നമ്മുടെ ഹണിറോസ് റെഡും ആണെന്ന്. റെഡും ഒരു മിനിറ്റ് വന്നേ, നമുക്കത് ഇവിടെ ഒന്ന് കയറിയിട്ട് വേണം, ഒരു മിനിറ്റ് കയറിയിട്ട് വേണം. ഹണിറോസ് പോരെ, റെഡും ആണെന്ന് ഹണിറോസ്. ഇത് ഭയങ്കര കോസ്റ്റ്യൂമല്ല ഹണിറോസ് എന്ന്. റെഡും പൊളിച്ചടക്കിയൊക്കെല്ലോ. ഞാൻ വിചാരിച്ചത് ഒരു ഡാർക്ക് പീച്ച് ആണെന്നാണ്, പിന്നെ ചേട്ടൻ റെഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംഭവിച്ചു. എനിക്ക് ഭയങ്കര ഇതായി. എപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന്? മഴ ഉണ്ടായിരുന്നോ? ഞാൻ മറൈൻ ഡ്രൈവിൽ നിന്നാണ് വന്നേ, അപ്പോൾ മഴ അത്യാവശ്യമുണ്ട്. അപ്പം അമ്മ സംഘടന തറവാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു ഫീൽ എന്താണ്? എപ്പോഴും സന്തോഷമാണ്. എനിക്ക് കഴിഞ്ഞ ലാസ്റ്റ് ടൈം വരാൻ കഴിഞ്ഞില്ല, അപ്പോൾ വീണ്ടും എല്ലാവരെയും ഇങ്ങനെ ഒരു കുടക്കീഴിൽ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ എല്ലാ ആളുകളെയും ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യം. എനിക്ക് തോന്നുന്നു അമ്മ താരസംഘടനയിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു ഹണി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം എക്സിക്യൂട്ടീവ് മെമ്പറായി, ഒരു തവണ എക്സിക്യൂട്ടീവ് മെമ്പറായി നിന്നാണ്. അപ്പം ആ പ്രവർത്തനമൊക്കെ, അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ അറിയാം. ഇനി പുതിയ സംഘടനയിലെ ഭാരവാഹികൾ പറയാം, അവരോട് ഒരു ഉപദേശം എന്നല്ല രീതിക്കല്ല ഞാൻ പറയുന്നത്. ഹണിയൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളൊന്ന് ഞാൻ എന്ത് ചെയ്തു എനിക്ക് തന്നെ അറിയില്ല, വെറുതെ പണി മേടിച്ച് തരാനായിട്ട്. ഇല്ല, അവർക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. ഏറ്റവും നല്ല ആളുകൾ തന്നെ ആ സ്ഥാനത്ത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും വിന്നേഴ്സ് ആകാൻ പോകുന്ന എല്ലാവർക്കും ഇപ്പം തന്നെ വിഷസ് പറയും. ഓക്കെ അനി, നമുക്ക് ഇടയ്ക്ക് കാണണം, ഇടയ്ക്ക് വരണം കേട്ടോ. എൻ്റെ നാട്ടുകാരെയും നിങ്ങൾ വിളിച്ചുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് വരാമല്ലോ അല്ലേ? നമുക്ക് ഇടയ്ക്ക് കാണുകയും ചെയ്യണം. അണി എല്ലാവിധ ആശംസകളും, പുതിയ സിനിമകളും പ്രൊജക്റ്റും. റേച്ചൽ സൂപ്പർ ഹിറ്റാണ്, അത് പറയണമല്ലോ. റേച്ചൽ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ആയിരിക്കും റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നല്ലൊരു മൂവി ആയിരിക്കും. ചേട്ടൻ എന്തായാലും കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾ എല്ലാവരും കാണണം. ഉണ്ട്, ജയിക്കും എന്നുള്ള ഫീലിംഗ് ആണ്. പിന്നെ തീർച്ചയായിട്ടും, പിന്നെ ഹാപ്പിനെസ് എല്ലാവരും കണ്ടതിൻ്റെ ഹാപ്പിനെസ് ഉണ്ട്. ഒപ്പം ഒരു 25 വർഷമായിട്ട് പല തസ്തികകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടവേള ബാബുചേട്ടൻ നെക്സ്റ്റ് കമ്മിറ്റി മുതലില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സംഘടനയ്ക്ക് മുന്നോട്ട് പോയില്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ജയിച്ചു വന്നാൽ, നമ്മൾ ജയിക്കുമെന്നൊക്കെ നമ്മൾ വിശ്വാസമുണ്ട്, ജയിച്ചു വന്നാൽ അതിനൊപ്പം നിന്ന് സംഘടനയ്ക്ക് വേണ്ടി എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. വരും. അതെ അതെ. അല്ല, ഇതിന് ആരാണെന്നുണ്ടെങ്കിലും അമ്മയെ കുറേ നാളുകളായിട്ട് അറിയാവുന്നവരാണ് 3 പേരും. സിദ്ദിഖാണെന്നുണ്ടെങ്കിലും കുക്കുവാണെന്നുണ്ടെങ്കിലും മറ്റേ ആളാണെന്നുണ്ടെങ്കിലും ഒക്കെ 3 പേർക്കും, ഉണ്ണി ശിവപാലാണെന്നുണ്ടെങ്കിലും ഒക്കെ 3 പേർക്കും അമ്മ എന്ന സംഘടന അറിയാവുന്നവരാണ്. പിന്നെ അവരുടെ പ്രവർത്തന ശൈലി അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ജയിച്ചു വന്നാൽ ഞാനും സുരാജും കൂടെ നിന്നിട്ട് ഈ അമ്മയെ ഞങ്ങളൊരു വളരെ സന്തോഷം. നമ്മൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. അല്ല, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് ടെലികാസ്റ്റ് ആവാം. ഓൾറെഡി ജയിച്ചു. താങ്ക് യു. ഞാൻ നമ്മുടെ പാനലെല്ലാം വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചതിന് എല്ലാവരോടും താങ്ക്സ്. അതെ അതെ അതെ, വേണം തീർച്ചയായിട്ടും. വളരെ സന്തോഷം. ഞാനും ഇതുവരെ ഒരു മീറ്റിംഗും മിസ് ചെയ്തിട്ടില്ല. ആദ്യം മുതലുള്ള മെമ്പറാണ്. നമ്മുടെ ഒരു കൂട്ടായ്മ, ഒരു ഫാമിലി ഗാദറിംഗ് ആണ്. ഇന്നിവിടെ ഇലക്ഷൻ ആണെങ്കിൽ പോലും ഇറ്റ്സ് എ വെരി പ്ലസന്റ് മൂമെന്റ്. ലെറ്റ് ദ ബെസ്റ്റ് വിൻ. അതായത് നമ്മുടെ അമ്മയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗ്രൂപ്പ് വിൻ ചെയ്യട്ടെ എന്നാണ് ആഗ്രഹം. ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട്. പുതിയ പദ്ധതികൾ ഇനി വരുന്ന ഒരു ഗ്യാങ് ആണല്ലോ തീരുമാനിക്കേണ്ടത് എന്തൊക്കെ വേണമെന്നുള്ളത്. അതിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട, അതായത് കഴിവ് കുറവുള്ള ആർട്ടിസ്റ്റുകൾക്ക് കൂട്ടിക്കൊടുക്കുക. കുറേ അർഹപ്പെടാത്ത ആൾക്കാർ ഇതിനകത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരതിൽ നിന്ന് പിന്മാറി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മോഹൻലാൽ ഈസ് മോസ്റ്റ് എലിജിബിൾ പേഴ്സൺ. നമുക്ക് മോഹൻലാലും മമ്മൂട്ടിയും ഇല്ലാണ്ട് മലയാളം സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും സിനിമ ഇൻഡസ്ട്രിയുടെ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ 2 പില്ലേഴ്സാണ്. അപ്പോൾ അവർ വേണം. അതിൽ ഒന്നേ ലാൽ വേണം, അല്ലെങ്കിൽ മമ്മൂക്ക വേണം. ഇവർ 2 പേരിൽ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവും. ഓ ഇല്ല, ബാബു നല്ലൊരു മനുഷ്യനായിരുന്നു, വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാവർക്കും. ബാബു മാറേണ്ട കാര്യം എനിക്കറിയില്ല എന്താണെന്നുള്ളത്, ബാബു തന്നെ അറിയും. പക്ഷേ അമ്മയിൽ ബാബു ഉണ്ടായിരുന്നപ്പോഴാണ് ബാബുവിന് ഒരു സ്ഥാനമാനം ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിരുന്നത്.
ഇനി ആസ് എൻ ആർട്ടിസ്റ്റ് ബാബു വീണ്ടും സിനിമാ രംഗത്ത് വരാൻ പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ വരട്ടെ, പുള്ളിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു, ചാൻസുകൾ കിട്ടട്ടെ. എല്ലാം ഒരു മാറ്റം വേണമല്ലോ. പുള്ളി 10-20 വർഷമായില്ലേ, എല്ലാത്തിനും ഒരു മാറ്റം നല്ലത് തന്നെ. താങ്ക് യു. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെ നമുക്കൊന്ന് നോക്കാം. ചേച്ചി ഇലക്ഷൻ കഴിയുന്നതല്ലേ നല്ലത്. അല്ല, നമുക്ക് അതിന് മുന്നേ നമ്മുടെ കോൺഫിഡൻസ് എന്താണ് പറയാനുള്ളത് ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത്? എല്ലാ 3 വർഷവും അമ്മയിൽ ഇലക്ഷൻ ഉണ്ട്. ആ ഇലക്ഷനിൽ ഇപ്പോഴാണ് ഇങ്ങനൊരു ഓഫീസേഴ്സ് പോസ്റ്റ് ഓപ്പൺ അപ്പ് ആയത് 30 ഇയേഴ്സ് കഴിഞ്ഞ്. ഞങ്ങൾക്കും പറയാനുണ്ട്, ഞങ്ങളെയും കേൾക്കണം. ഞങ്ങൾ സ്ത്രീകളുടെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഐ റെപ്രസെൻറ്റ് ദ ഹോൾ അമ്മ മെമ്പേഴ്സ് ഹു സ്റ്റാൻഡ് വിത്ത് മീ. ഇടവേള ബാബു ചേട്ടൻ 25 വർഷത്തിലധികം ഇടവേള ബാബു ചേട്ടൻ നമ്മുടെ ഈ ഒരു ഞാൻ 16 വർഷം ബാബുവിൻ്റെ കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ്. അത്രയും പറയാൻ വേറെ ആർക്കും പറ്റില്ല. അപ്പൊ ആ ഒരു വിടവല്ല, അതിന് അതിലേക്ക് എത്താൻ ഒരാൾ ശ്രമിച്ചാലും എത്തില്ല. 25 ഇയേഴ്സ് കൊണ്ട് നേടിയെടുത്തൊരു എക്സ്പീരിയൻസും അൺസെൽഫിഷ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. നോ ബഡി ക്യാൻ റീച്ച് ദാറ്റ്. ആരാ പൊസിഷനിൽ വന്നാലും ഒരുപാട് കഷ്ടപ്പെടും. ബിക്കോസ് 3 ഇയേഴ്സ് കൊണ്ട് യു ഡോണ്ട് റീച്ച് വാട്ട് സംബഡി റീച്ച് ഇൻ 25 ഇയേഴ്സ്. സോ ഹാറ്റ്സ് ഓഫ് ടു ബാബു. ബാബു ഇസ് ലൈക്ക് എൻ ഏഞ്ചൽ ഫോർ അമ്മ. കഴിഞ്ഞ ദിവസം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി ഒരു ഇലക്ഷന്റെ പേരിൽ, പാനൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ക്ലാരിഫിക്കേഷൻ തന്നു. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാനൽ ഇല്ല എന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ഇൻവിസിബിൾ ആയിട്ട് പാനലുകൾ വരുന്നുണ്ട്. അത് തെറ്റാണ്. അൺപാർലമെന്ററി ആവരുത്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ ദെൻ ഗോ ഫോർ ഇലക്ഷൻ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തില്ലേ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാണ് പാനൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ജയവും തോൽവി അല്ലല്ലോ. എൻ്റെ ഒരു നോമിനേഷൻ ഒരാൾ എന്തിനാണ് കൊടുക്കുന്നത്? ഐ ഹാവ് സംതിങ് ടു സേ ആൻഡ് ദാറ്റ് ഈസ് മൈ സ്റ്റേറ്റ്മെൻറ്റ്. താങ്ക് യു. അപ്പം കുക്കു ചേച്ചി ഭയങ്കര കോൺഫിഡൻറ്റിലാണ്. അപ്പം നമുക്ക് അനൂപ് ചന്ദ്രൻ ഉണ്ട് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക്. അതായത് ജയസൂര്യാണ് ഇപ്പം നിലവിലെ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി അമ്മയുടെ. അപ്പം ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അനൂപ് ചന്ദ്രനാണ്. ചേട്ടനോട് ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, ഇന്ത്യാസ് #1 ലാംഗ്വേജ് അക്കാഡമി, നീതൂസ് അക്കാഡമി.